എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ 73-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിൻ്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ KU മോഹൻ അങ്കിളാണ്. നമസ്കാരം അങ്കിൾ. നമസ്തേ ഡോക്ടർ അജയ. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സെൻറ്ററിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഫെയ്ത്തിനെ കുറിച്ച്, ഗുരുവിനോടുള്ള വിശ്വാസത്തിനെ കുറിച്ചാണ് അങ്കിൾ അതിനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു സയൻറ്റിഫിക് എക്സാമ്പിൾ വെച്ചിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഗുരു എന്ന് പറഞ്ഞൊരു വ്യക്തിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗുരു നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്ന ഒരു മാർഗം, അതിലൂടെയാണ് നമുക്ക് അത് ടെസ്റ്റ് ചെയ്യാം, അതിലൂടെ നമുക്ക് വിശ്വാസം വളർത്താം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഈശ്വരനല്ല, ഗുരു, ഹാർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗുരു ആണല്ലോ നമ്മുടെ പാത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് സ്പിരിച്വൽ ജേണിയിൽ. എങ്ങനെയാണ് നമ്മുടെ ഗുരുവിലോട്ടുള്ള വിശ്വാസം വളർത്തുന്നത്? അതിനെക്കുറിച്ചായിരുന്നു അതിൻ്റെ ഒരു ഡിസ്കഷൻ. അതിനെ നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാമോ അങ്കിൾ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വ്യവസ്ഥാപിതമായിട്ടുള്ള ജ്ഞാനം ആർജിക്കുന്നതിനുള്ള 3 മെത്തേഡ് നമ്മൾ പറഞ്ഞു. പ്രത്യക്ഷം, അനുമാനം, അതുപോലെ ആഗമ പ്രമാണം. അതിൽ 3-ാമത്തെ മെത്തേഡ്, അതായത് മുൻപ് ഈ വഴിയിലൂടെ നടന്നുപോയ മഹത് വ്യക്തികളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതിനെയാണ് ആഗമ പ്രമാണം എന്ന് പറയുക. അവരെഴുതി വെച്ച പ്രമാണ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ. ആ മെത്തേഡാണ്, അതിനെയാണ് ആഗമ പ്രമാണം എന്ന് പറയുന്നത്. ആ മെത്തേഡാണ് മറ്റ് 2 മെത്തേഡുകളേക്കാൾ കൂടുതൽ പ്രധാനമുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത്, തുടക്കത്തിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള സമീപനമാണ് നമ്മൾ എടുക്കുന്നത്.
വിശ്വാസം ആവശ്യമില്ല. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യവും വിശ്വാസം വരും. തുടർന്നുള്ള യാത്ര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ അനുഭവങ്ങളും ലക്ഷ്യപ്രാപ്തിയും. ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ എപ്പിസോഡിൽ. ഇനി ഭാരതീയ തത്വചിന്തയിൽ ഈശ്വരവിശ്വാസം എന്നുള്ള വാക്കില്ല. ഈശ്വര സാക്ഷാത്കാരം എന്നാണ് വാക്ക്. ഈ ഈശ്വരവിശ്വാസം എന്നുള്ള വാക്ക് സെമറ്റിക് മതങ്ങളിൽ നിന്ന് ഭാരതീയർ കടമെടുത്തതാണ്. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രക്രിയയിലൂടെ കടന്നുപോയി നമ്മൾ എത്തിപ്പെടേണ്ട ഒരിടമാണ്. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ ഗുരുവിലുള്ള അചഞ്ചലമായ വിശ്വാസം എന്നുള്ള യഥാർത്ഥ പദപ്രയോഗം അത് നമ്മൾ മനസ്സിലാക്കണം. ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ ഗുരുവിലുള്ള അചഞ്ചലമായ വിശ്വാസം എന്നാണ് ശരിയായ പദപ്രയോഗം എന്ന് പറയാം. ഇവിടെ ഈശ്വര സാക്ഷാത്കാരം അതിന് പതഞ്ജലി മഹർഷി യോഗസൂത്രങ്ങളിൽ ഈശ്വരൻ എന്നുള്ളതിന് നിർവചനം കൊടുക്കുന്നുണ്ട്, ഡെഫിനിഷൻ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അദ്ദേഹം പറയുന്നത് ക്ലേശം, കർമ്മം, വിഭാഗം, ആശയം ഇവയുടെ ബാധയില്ലാത്ത പുരുഷവിശേഷം എന്നാണ് ഈശ്വരൻ നിർവചനം. ക്ലേശം എന്ന് പറഞ്ഞാൽ 5 എണ്ണമാണ്. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. ഇതാണ് 5 ക്ലേശങ്ങൾ. ആ 5 ക്ലേശങ്ങളും അതിന് പുറമെ ക്ലേശം, കർമ്മം, വിഭാഗം, ആശയം ഇതും കൂടി ഇതൊന്നുമില്ലാത്ത പുരുഷവിശേഷം എന്നാണ്. ഇനി ക്ലേശങ്ങൾ 5 എണ്ണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ അവിദ്യയാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ്, അജ്ഞത. എന്താണ് ഈ അജ്ഞത? നമ്മുടെ യഥാർത്ഥ സ്വരൂപം ആത്മാവാണെന്നും ആ ആത്മാവ് സർവവ്യാപിയാണെന്നും അറിയാത്ത അവസ്ഥ. അതിനാണ് അജ്ഞത എന്ന് പറയുന്നത്. അപ്പോൾ അവിദ്യ. അവിദ്യയിൽ നിന്നാണ് തൊട്ടടുത്ത സ്റ്റേജ് അസ്മിത. അസ്മിത എന്ന് പറഞ്ഞാൽ അഹം എന്നുള്ള ഭാവം, ഞാൻ എന്നുള്ള ഭാവം. അപ്പോൾ നമ്മളെക്കൊണ്ട് ഞാൻ എന്ന് പറയിപ്പിക്കുന്നത് ആരാണ്? നമുക്ക് ജീവൻ തന്ന നമ്മുടെ ആത്മാവാണ്, അല്ലേ? ആ ആത്മാവിന് ഞാൻ എന്നുള്ള ഭാവമില്ല. കാരണം സർവ്വവ്യാപിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊന്നില്ല. അപ്പോൾ അതിന് ഞാൻ എന്ന് പറയാൻ, ഞാൻ നീ എന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് ഞാൻ എന്ന് പറയിപ്പിക്കുന്ന ഈ സത്തയ്ക്ക് ഞാൻ എന്നുള്ള ഭാവമില്ല. അതുകൊണ്ടാണ് അവിദ്യയിൽ നിന്ന് അജ്ഞത ഉണ്ടാവണമെന്ന് പറയുന്നത്. അവിദ്യയിൽ നിന്ന് അസ്മിത ഉണ്ടാവണം, അതായത് അഹം എന്നുള്ള ഭാവം ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെ കണക്റ്റഡാണ്. അപ്പോൾ അവിദ്യ, അസ്മിത രണ്ടും ക്ലേശങ്ങളാണ്. ക്ലേശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അവിദ്യ, അസ്മിത. അടുത്ത രാഗം, ദ്വേഷങ്ങളാണ്. അതായത് അഹം എന്നുള്ള ഭാവം ഇല്ലാത്തതാണ്, ഒരു തോന്നൽ പോലെ അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ചിലതിനോട് അതിനോട് ചേർത്ത് വയ്ക്കണം, ചിലതിനെ തിരസ്കരിക്കണം. അതിന് ഇഷ്ടാനിഷ്ടങ്ങൾ എന്നാൽ മാത്രമേ ഈ അഹം എന്നുള്ള ഭാവം നിലനിൽക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഇല്ലാത്തത് ഉണ്ടെന്ന് ഉറപ്പിക്കാൻ ചിലതിനെ എന്നോട് ചേർത്ത് വയ്ക്കണം, ചിലതിനെ എനിക്ക് തിരസ്കരിക്കണം. അതിനാണ് രാഗദ്വേഷങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ C പോയിൻ്റ് പറയില്ലേ. അപ്പോൾ അവിദ്യ, അസ്മിത, രാഗദ്വേഷം. അപ്പോൾ ഈ രാഗദ്വേഷങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ ശരീരത്തിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം. അപ്പോൾ ശരീരം വിട്ടുപോകാൻ ഇഷ്ടമല്ല. അതിനാണ് മരണഭയം അല്ലെങ്കിൽ അഭിനിവേശം എന്ന് പറയുന്നത്. അതാണ് 5ാമത്തെ ക്ലേശം. അപ്പോൾ അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, ഈ 5 എണ്ണം അത് ക്ലേശങ്ങൾ. അതിന് പുറമെ അതില്ലാത്ത പുരുഷവിശേഷം ഈശ്വരൻ. അതിനു പുറമെ കർമ്മം, വിഭാഗം, ആശയം. കർമ്മവിഭാഗം, കർമാശയം എന്ന് പറഞ്ഞാൽ, കർമാശയം എന്ന് പറഞ്ഞാൽ കർമ്മ സംസ്കാരം.
സംസ്കാരം മുദ്രകൾ. അപ്പോൾ കർമ്മത്തിൻ്റെ സംസ്കാരങ്ങളില്ലാത്ത കർമ്മവിഭാഗം എന്ന് പറഞ്ഞാൽ കർമ്മഫലം. അപ്പോൾ കർമ്മമില്ല, കർമ്മസംസ്കാരമില്ല, കർമ്മത്തിൻ്റെ ഫലമില്ല, ക്ലേശങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള പുരുഷവിശേഷത്തിനെ ഈശ്വരൻ എന്ന് പതഞ്ജലി മഹർഷി ഡെഫിനിഷൻ, നിർവചനം കൊടുത്തിരിക്കണം. ഇവിടെ അതൊരു മനുഷ്യനാണ്. ഹാർട്ട്ഫുൾനെസ്സിൽ അത് ജീവിച്ചിരിക്കുന്ന ഗുരുവാണ്. പതഞ്ജലി മഹർഷി അതിനോടൊപ്പം തന്നെ ആ ഗുരുവിന് നമ്മൾ പരിപൂർണമായിട്ട് സമർപ്പിക്കുന്നതിലൂടെയാണ് സാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം നമുക്ക് ലഭിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിന് ഈശ്വര പ്രണീധാനം എന്നാണ് അദ്ദേഹം അതിന് പറയാം. അതിന് അദ്ദേഹം നിയമങ്ങൾ പറയുന്നു, യമനിയമങ്ങൾ. എന്താണ് നിയമങ്ങൾ? ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണീധാനം. ഇതാണ് നിയമങ്ങൾ. ശൗചം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം. എന്താണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത്? നമ്മൾ പറഞ്ഞു, ബോധത്തിലെ സങ്കീർണതകളും മാലിന്യങ്ങളും ശുദ്ധീകരിക്കുന്നു. ഹാർട്ട്ഫുൾനെസ്സിൽ ക്ലീനിങ്, അതാണ് ശൗചം. അത് നിയമമായിട്ട് അദ്ദേഹം പറയണം. അത് കഴിഞ്ഞാൽ ശൗചം കഴിഞ്ഞാൽ സന്തോഷം. അപ്പോൾ ഈ മാലിന്യങ്ങളും സങ്കീർണതകളാണ് നമ്മുടെ സന്തോഷം നശിപ്പിക്കുന്നത്. അല്ലെങ്കിൽ സന്തോഷം എന്നുള്ളത് ഇവിടെ നമ്മൾ സംതൃപ്തി, കണ്ടൻമെൻറ്റ് എടുക്കണം. അതാണ് അടുത്ത സ്റ്റേജ്. ഇപ്പോൾ ശൗചം, സന്തോഷം, അതായത് ബോധം ശുദ്ധീകരിക്കണു, സംതൃപ്തി അടുത്ത സ്റ്റേജ്. അപ്പോൾ ഒന്നിൽ നിന്ന് പ്രോഗ്രസ് ചെയ്യാണ്. അടുത്തത് തപസ്സാണ്. തപസ് എന്ന് പറയുന്നത് ധ്യാനം. അപ്പോൾ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ കണ്ടൻമെൻറ്റോട് കൂടിയിട്ട് വേണം ധ്യാനിക്കാൻ എന്നാണ്. അതുകൊണ്ടാണ് ദാജി ചിയർഫുള്ളായിട്ട് മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മെഡിറ്റേറ്റ് വിത്ത് ജോയ് എന്ന് പറയില്ല. അത് അതിൻ്റെ റീസൺ ഇതാണ്, പതഞ്ജലിയുടെ നിയമമാണത്. അപ്പോൾ ശൗചം, സന്തോഷം, തപസ്. അടുത്ത സ്വാധ്യായമാണ്. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റഡി. നമ്മൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടോ നോക്കും, ആത്മപരിശോധന, അത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എവിടേക്ക് നീങ്ങും? ഈശ്വര പ്രണീധാനം. ഈശ്വരൻ്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു. പ്രണീധാനം എന്ന് പറഞ്ഞാൽ പരിപൂർണ ആശ്രിതത്വം, ഡിപ്പെൻഡൻസ്. അപ്പോൾ ഈ 5ാമത്തെ സ്റ്റേജിലേക്ക് പോവുകയാണത്. അത് നിയമമായിട്ട് അദ്ദേഹം പറഞ്ഞു. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണീധാനം. അപ്പോൾ ആ പരിപൂർണ ആശ്രിതത്വം ഗുരുവിലാണ്. നമ്മൾ പറഞ്ഞു അവിടെ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്, ഗുരുവാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഹിന്ദു ധർമ്മത്തിൽ ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരു എന്നാന്ന് പറയുന്നില്ലേ. അതായത് ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവനും അതീതമായിട്ടുള്ള പരമാത്മാവാണ് ഗുരു എന്നാണ് പറയുന്നത്. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു അതിനെ സ്ഥിരം മെയിൻ്റനൻസ്, മഹേശ്വരൻ നശിപ്പിക്കുന്നു, സംഹാരം. സൃഷ്ടിസ്ഥിതി സംഹാരമാണ് പറയുന്നത്. എങ്ങനെയാണ് ഗുരു ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒക്കെ ആയിട്ട് മാറുന്നത്? നമുക്കറിയാം, ഹാർട്ട്ഫുൾനെസ്സിൽ സംപ്രേഷണത്തിലൂടെ മാസ്റ്റർ നമ്മളിൽ പുതിയ ആധ്യാത്മിക നിലകൾ സൃഷ്ടിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം ബ്രഹ്മാവാകുന്നത്, സൃഷ്ടിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരന്തര സ്മരണയിലൂടെ അതിനെ നിലനിർത്താൻ നമ്മൾ സഹായിക്കുന്നു. നിരന്തര സ്മരണയിൽ നമ്മുടെ കണ്ടീഷൻ നിലനിർത്തുന്നത് ആണ് വിഷ്ണു സ്ഥിതി. അങ്ങനെയുള്ള അവസ്ഥയിൽ തൊട്ടടുത്ത ലെവലിലേക്ക്, ബോധത്തിൻ്റെ തലത്തിലേക്ക് നമ്മളെ ഉയർത്തേണ്ടതുണ്ട്. അപ്പോൾ ആ തലത്തിൽ എന്തുണ്ടാവും? സങ്കീർണതകളും മാലിന്യങ്ങളും. അതിനെ നശിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് സംഹാരം, ശിവനായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് നമ്മൾ പറയണം. ഇത് നമ്മൾ വ്യക്തമായിട്ട് ഒരു ശാസ്ത്രീയമായിട്ടുള്ള മെത്തേഡാണ് ഇവിടെ പതഞ്ജലി മഹർഷി പറയുന്നത്. ഇനി വിശ്വാസം എന്ന് പറയുന്നത്, അതല്ലേ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, സ്നേഹം, അതുപോലെ സ്വീകാര്യത, ആക്സെപ്റ്റൻസ്. അതിന്
നേരിട്ട് ഉള്ള അനുപാതത്തിലാണ്, ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഈഗോവിന് വിപരീത അനുപാതത്തിലാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. മാത്തമാറ്റിക്സിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യ കൂടുമ്പോൾ ആക്ച്വൽ ഫാക്ടർ കുറയും, അല്ലേ? അതായത് സ്നേഹവും സ്വീകാര്യത അല്ലെങ്കിൽ ആക്സെപ്റ്റൻസും കൂടുന്നതിനനുസരിച്ച് വിശ്വാസം കൂടും. നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അഹം എന്നുള്ള ഭാവം കൂടുന്നതിനനുസരിച്ച് വിശ്വാസം കുറയും എന്നല്ലേ ഇന്ന് ഫോർമുലയിൽ നമുക്ക് മനസ്സിലാവുക. ഇവിടെയാണ് ഹാർട്ട്ഫുൾനെസ് പ്രാർത്ഥനയുടെ പ്രാധാന്യം. നമ്മൾ പറയില്ല, ഓ മാസ്റ്റർ, അങ്ങാണ് മാനവ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ഉന്നതമായ ബോധത്തിൻ്റെ ഉടമയായ ഗുരുവിൻ്റെ മുന്നിൽ നമ്മൾ എത്ര നിസ്സാരന്മാർ എന്നുള്ള ഭാവമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഈഗോ അല്ലെങ്കിൽ അഹം എന്നുള്ള ഭാവത്തിനെ ക്രമീകരിക്കും. മറ്റൊന്ന്, നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ പ്രാർത്ഥനത്തിന് ഉപയോഗിക്കുക സംപ്രേഷണത്തിൻ്റെ സ്വിച്ചാണ്. അപ്പോൾ ഉന്നതമായ ലെവലിൽ നിന്ന് സംപ്രേഷണം താഴ്ന്ന ലെവലിലേക്ക് ഒഴുകണം. അപ്പോൾ അതിനാണ് ഈ പ്രാർത്ഥന നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ ശുദ്ധമായ ബോധത്തിൻ്റെ പ്രവാഹം ഉന്നതമായ ലെവലിൽ നിന്ന് താഴ്ന്ന ലെവലിലേക്ക്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് പ്രാർത്ഥന അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈഗോവിനെ രൂപപ്പെടുത്തിയെടുക്കാൻ. ഇനി ബാബുജി മഹാരാജ് പറയും, മാസ്റ്റർ എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ്. കണ്ണാടിയിൽ നമ്മൾ പ്രതിഫലിച്ച് കാണാലോ. ഗുരു, നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഗുരു നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെ മനോഭാവങ്ങൾ, പ്രവണതകൾ, പ്രതീക്ഷകളൊക്കെ അദ്ദേഹത്തിൽ തട്ടി പ്രതിഫലിച്ച് നമ്മളിലേക്ക് തന്നെ വരും. അപ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. നമ്മളിത് അദ്ദേഹത്തിൽ ആരോപിക്കും. ഈ പാദം നമ്മൾ വിട്ടുപോകാനും സാധ്യതയുണ്ട്. കണ്ണാടി പോലെ നമ്മളെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ബാബുജി മഹാരാജ് എന്തതിന് പരിഹാരം? ഗുരുവിനെ ആന്തരികമായി സ്വാംശീകരിക്കണം ഹൃദയത്തിൽ. അതാണ് ഇതിന് പരിഹാരം. അതുകൊണ്ട് ദാജി എപ്പോഴും പറയില്ലേ, ഇൻറ്റേർണലൈസ് യുവർ മാസ്റ്റർ ഇൻ യുവർ ഹാർട്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഗുരു നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ അദ്ദേഹത്തെ ഹൃദയത്തിൽ സ്വാംശീകരിച്ചതിന് ശേഷം വേണം ജീവിച്ചിരിക്കുന്ന ഗുരുവിനെ കാണാനും. ഹൃദയത്തിൽ കണ്ടതിന് ശേഷം വേണം അദ്ദേഹത്തിനെ ഭൗതിക രൂപത്തിൽ നമ്മൾ കാണാൻ. അതാണ് ഇൻറ്റേർണലൈസ് യുവർ മാസ്റ്റർ എന്നുള്ളതുകൊണ്ട് ദാജി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കബീർദാസ് പറയാറുണ്ട് ഒരു ഉദാഹരണം. അദ്ദേഹം പറയും, ഈ കുടം ഉണ്ടാക്കുന്ന ആളുകളില്ലേ, മണ്ണൊക്കെ കുഴച്ച് കുടത്തിൻ്റെ രൂപത്തിലാക്കും. രൂപത്തിലാക്കി കഴിഞ്ഞാൽ ഇടത് കൈ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പൊട്ടാതിരിക്കാൻ വേണ്ടി സപ്പോർട്ട് കൊടുക്കും. വലത് കൈയിലൊരു വടിയെടുത്ത് അതിനെങ്ങനെ ഷേപ്പ് ചെയ്യും, രൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അദ്ദേഹം പറയും, ആന്തരികമായി ഗുരു അല്ലെങ്കിൽ ഈശ്വരൻ ഒരു സംരക്ഷകനാണ്. ബാഹ്യമായി അദ്ദേഹം നമ്മളെ ശിക്ഷിക്കാൻ വരുന്ന ആളാണ്. ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗോവിനെ ഷേപ്പ് ചെയ്യുക. അതാണ് ബാഹ്യം. അതായത് ബാഹ്യമായിട്ട് ശിക്ഷകനും ആന്തരികമായി സംരക്ഷകനുമാണ് ഗുരു. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ സ്വാംശീകരിച്ചതിന് ശേഷം വേണം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഗുരുവിനെ കാണാൻ. മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഹൃദയത്തിലൂടെയാണ് അദ്ദേഹത്തിനെ കാണേണ്ടത്. ഇവിടെ ബാബുജി മഹാരാജ് ഈഗോവിൻ്റെ 5 സ്റ്റേജുകളെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈഗോ സൂക്ഷ്മമായി മാറുന്നത്. അദ്ദേഹം പറയും, നമ്മൾ മെഡിറ്റേഷനൊന്നും ചെയ്യാത്ത അവസ്ഥയിൽ നമ്മുടെ ബോധം മുഴുവൻ നമ്മുടെ ശരീരത്തിലാണ്. അതാണ് ഈഗോവിൻ്റെ ആദ്യത്തെ ലെവൽ. എല്ലാം ശരീരമാണ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കും. ധ്യാനം ചെയ്യാൻ തുടങ്ങുമ്പോഴോ പതുക്കെ ഈഗോ ഒന്ന് സൂക്ഷ്മമായിട്ട് നമ്മൾ വിചാരിക്കും ശരീരമല്ല മനസ്സാണ് ചെയ്യണമെന്ന് തോന്നുന്നു.
അല്ലെങ്കിൽ ഗുരുവിൽ അല്പം വിശ്വാസം വരുമ്പോൾ നമ്മൾ പറയും ഗുരുവാണ് എല്ലാം ചെയ്യണമെന്ന്. അത് ഈഗോയിൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ്. അപ്പോൾ ആദ്യം ശരീരം എല്ലാം ചെയ്യുന്നു എന്നുള്ള ഭാവം ഈഗോ, പിന്നീട് മനസ്സ് അല്ലെങ്കിൽ ഗുരു എല്ലാം ചെയ്യണു എന്നുള്ള ഭാവം രണ്ടാമത്തെ. മൂന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് തോന്നും ഗുരുവല്ല മനസ്സുമല്ല എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നു. പലപ്പോഴും അഭ്യാസീസ് പറയും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കണം പോലെ തോന്നണം. അത് ഈഗോയിൻ്റെ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയാണ്. നാലാമത്തെ അവസ്ഥയിൽ ബാബുജി മഹാരാജ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കണം, നമ്മൾ കൊതുക് കടിക്കുന്നു, നമ്മളതിനെ തട്ടിക്കളയണം, നമ്മളറിയുന്നില്ല. രാവിലെ എഴുന്നേറ്റ് പുതപ്പൊക്കെ വെള്ള നിറത്തിലാണെങ്കിൽ അതിൽ കൊതുകിൻ്റെ രക്തം കാണുമ്പോൾ രാത്രി ഒരു കൊതുക് കടിച്ചിരുന്നു, അതിനെ ഞാൻ തട്ടിക്കളഞ്ഞു. അപ്പോൾ നമ്മളാണ് ചെയ്യുന്നതെങ്കിലും നമ്മളാണ് ചെയ്യുന്നതെന്നുള്ള ബോധമില്ല. ഈഗോവിൻ്റെ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയാണ് നാലാമത്തെ അവസ്ഥ. ഇപ്പോൾ സൂക്ഷ്മത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അഹം ഷെയ്പ്പായി മാറുക. അഞ്ചാമത്തെ അവസാനത്തെ അവസ്ഥ ബാബുജി മഹാരാജ് പറയുന്നത്, അവിടെ ഈഗോ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയാണ്, അല്ലെങ്കിൽ ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള ബോധമാണ്. എന്തിനാണ് ആ ബോധം നിലനിർത്തുന്നത്? ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ വേണ്ടി മാത്രം. അപ്പം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ഉള്ളപ്പോൾ ശിഷ്യൻ ആക്റ്റീവ് ആവും, അല്ലാത്ത സമയത്ത് ഇനാക്റ്റീവാണ്, നിഷ്ക്രിയനാണ്. ഇങ്ങനെയാണ് ഈഗോ പരിവർത്തനപ്പെട്ട് വരുന്നത്. അപ്പോൾ ബാഹ്യമായിട്ട് ഗുരു ശ്രമിക്കുന്നത് നമ്മുടെ ഈഗോവിനെ രൂപപ്പെടുത്താനാണ്. ആന്തരികമായിട്ട് അദ്ദേഹം സംരക്ഷകനാണ്. ഇതാണ് നരസിംഹാവതാരത്തിൻ്റെ കഥ, കേട്ടിട്ടില്ലേ? ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ചോദിക്കും, എവിടെയാണ് നിൻ്റെ ഈശ്വരൻ? ഈ തൂണിലുണ്ടോ? പ്രഹ്ലാദൻ പറയും, തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയും. തുരുമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കില്ല. ഈ തൂണിലുണ്ടല്ലേ, ഒരു തൂണ് ഗത കൊണ്ട് അടിച്ച് തകർക്കും. അപ്പോൾ അതിന്ന് നരസിംഹം പുറത്തേക്ക് ചാടി ഹിരണ്യകശിപുവിനെ വധിക്കുകയാണ്. അതായത് ഈശ്വരനെ നമ്മൾ പുറത്ത് ആരാധിക്കുമ്പോൾ അദ്ദേഹം നമ്മളെ കൊല്ലാനാണ് വരുന്നത്. ആന്തരികമായിട്ട് അദ്ദേഹം സംരക്ഷകനാണ്. അതാണ് ആ അവതാര കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്ന് പറയുന്നത് സ്വീകാര്യതയാണ്, അല്ലെങ്കിൽ ആക്സെപ്റ്റൻസാണ്, ഉദാത്തമായ ഒരു ഭാവമാണത്. ഇപ്പോൾ നമ്മൾ സ്പിരിച്വൽ ഒരു പ്രിസെപ്റ്റർ വർക്കാന്ന് വിചാരിക്കുക. അഭ്യാസി മുമ്പിലിരിക്കുന്നു, പ്രിസെപ്റ്റർ ഇരിക്കണം. പ്രിസെപ്റ്റർ അഭ്യാസിയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അഭ്യാസിയുടെ സ്നേഹമോ ബഹുമാനമോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇത് അധർമ്മമായിട്ട് മാറും. ഇനി ഒരു അഭ്യാസി പുതിയൊരാളെ കൊണ്ടുവരുന്നു, അവരെ ഈ പാതയിൽ സ്ഥിരമാക്കി കൊണ്ടുവരുന്നവരെ സഹായിക്കുന്നു വയ്ക്കുക, അതൊരു ഉദാത്തമായ കർമ്മമാണ്. ഒരാളെ ആത്മീയ പാതയിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, അപ്പോൾ ഉദാത്തമായ കർമ്മമാണത്. അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നത് സ്വീകാര്യതയാണ്, അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് എന്നാണ്. ബാബുജി മഹാരാജ് പറയും, സ്പിരിച്വൽ വർക്കിന് 3 കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രിസെപ്റ്റർ വർക്കിന് 3 കാര്യങ്ങൾ എസെൻഷ്യലാണ്. വിൽ, ഫെയ്ത്ത്, വിൽ ആൻഡ് സറണ്ടറാണ് അദ്ദേഹം പറയുന്നത്. ഫെയ്ത്താണ് ആദ്യം, വിശ്വാസം, ഇച്ഛാശക്തി, സമർപ്പണം. അപ്പോൾ വിശ്വാസം മാത്രം പോരാ, പിന്നെയോ ഇച്ഛാശക്തിയും വേണം, സമർപ്പണവും വേണമെന്ന് പറയാണ്. അപ്പോൾ ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ എന്താ? ദാജി പറയും, സ്നേഹവും താല്പര്യമാണ്. അപ്പോൾ ഇച്ഛാശക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. നമ്മുടെ ഇച്ഛാശക്തി വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇച്ഛാശക്തി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗുരുവിലുള്ള വിശ്വാസം കൊണ്ട്, അദ്ദേഹത്തോടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ട് നമ്മൾ കർമ്മനിരതനാവണം. അതിനെയാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളെ സമർപ്പണത്തിലേക്ക് നയിക്കുന്നത്. ബാബുജി മഹാരാജ് പറയണത് വിശ്വാസം മാത്രം പോരാ, അഭ്യാസിയുടെ ഭാഗത്തു നിന്നുള്ള പ്രയത്നമാണ് എന്ത്? ഇച്ഛാശക്തിയും സമർപ്പണം.
ഇപ്പോൾ യോഗശാസ്ത്രങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? സാധനാ ചതുഷ്ടയത്തിൽ നിന്നാണ് യോഗശാസ്ത്രങ്ങൾ തുടങ്ങുന്നത് നമ്മൾ പറയും. ശങ്കരാചാര്യരാണ് ആദ്യമായിട്ട് ഈ സാധനാ ചതുഷ്ടയം എന്നുള്ള പദം ഉപയോഗിച്ചത്. എന്തൊക്കെയാണ് സാധനാ ചതുഷ്ടയം? വിവേകം, വൈരാഗ്യം, ഷഡ്സമ്പത്തി, മുമുക്ഷുത്വം എന്നാണ്. വിവേകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ട്ഫുൾനെസ്സിൽ ശരിയായ ചിന്ത, ശരിയായ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കുക, ജീവിതത്തിനോട് സത്യസന്ധമായ സമീപനം, റൈറ്റ് തിങ്കിങ്, കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഓണസ്റ്റ് അപ്രോച്ച് ടു ലൈഫ്. നമുക്കറിയാം, അതാണ് വിവേകം. വൈരാഗ്യമോ? ഇതിന് തടസ്സമായി നിൽക്കുന്നതിനോട് നമുക്ക് ദേഷ്യം, നീരസം, അതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അടുത്ത് വിവേകം, വൈരാഗ്യം, ഷഡ്സമ്പത്തിയാണ്. അതായത് ഈ വിവേകവും വൈരാഗ്യവും നിലനിർത്താൻ വേണ്ടി നമ്മൾ ആർജിക്കേണ്ട 6 ഗുണങ്ങളെക്കുറിച്ചാണ് ഷഡ്സമ്പത്തിയിൽ പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അടുത്തത് മുമുക്ഷുത്വമാണ്. മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷപ്രാപ്തിക്കുള്ള വ്യഗ്രത അല്ലെങ്കിൽ ആത്മീയതയിൽ താല്പര്യം. ഇതിനാണ് ശങ്കരാചാര്യർ സാധനാ ചതുഷ്ടയം എന്ന് പറയുന്നത്. 4 സാധനകൾ എന്നുള്ള അർത്ഥത്തിൽ. ബാബുജി മഹാരാജ് എന്താ പറയുന്നത്? ഹാർട്ട്ഫുൾനെസ്സിൽ സംപ്രേഷണത്തിലൂടെ ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് വിവേകവും വൈരാഗ്യവും മുമുക്ഷുത്വം വരുന്നത്. അപ്പോൾ അത് സാധനയല്ല, സാധനയിലൂടെ നേടിയെടുക്കുന്ന സിദ്ധികളാണ്. ബാബുജി മഹാരാജിൻ്റെ വിപ്ലവകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതുവരെ സാധന ചതുഷ്ടയം എന്നുള്ളതിന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം പറയുന്നു, സംപ്രേഷണത്തിൻ്റെ സഹായത്തോടുകൂടി ധ്യാനിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഗുണവിശേഷങ്ങളാണ് വിവേകം, വൈരാഗ്യം, മുമുക്ഷുത്വം. അതുകൊണ്ട് സാധനാ ചതുഷ്ടയത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് സാധനാ ചതുഷ്ടയം തുടങ്ങുന്നത് ഷഡ്സമ്പത്തികൾ എന്നാണ് പറയുന്നത്. 6 ഷഡ്സമ്പത്തി എന്ന് പറഞ്ഞാൽ ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ അല്ലെങ്കിൽ വിശ്വാസം, സമാധാനം. ഇതാണ് 6. ശമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ ക്രമീകരിക്കുക എന്നർത്ഥം. അതിനാണ് ഹാർട്ട്ഫുൾനെസ്സിൽ അഷ്ടാംഗയോഗം മുഴുവൻ, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ. ശമം, മനസ്സിനെ ക്രമീകരിക്കുക. ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹം, ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കുക, പ്രത്യാഹാരം. അതിനെയാണ് ദമം എന്ന് പറയുന്നത്. ഉപരതി എന്ന് പറഞ്ഞാൽ ഹാർട്ട്ഫുൾനെസ്സിൽ നിരന്തര സ്മരണയാണ്. അപ്പോൾ ഒന്നിലേക്ക് നയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം. ശമം ദമത്തിലേക്ക്, ദമം ഉപരതി അല്ലെങ്കിൽ നിരന്തര സ്മരണയിലേക്ക് നയിക്കുന്നു. ഉപരതി കഴിഞ്ഞ് അടുത്തത് തിതിക്ഷയാണ്. തിതിക്ഷ എന്ന് പറഞ്ഞാൽ കണ്ടൻമെൻറ്റ് അല്ലെങ്കിൽ സംതൃപ്തിയാണ്. അപ്പോൾ ഈ 3 സ്റ്റേജ് കഴിയുമ്പോൾ അത് വരുന്നു. 5ാമത്തെ സ്റ്റേജാണ് വിശ്വാസം അല്ലെങ്കിൽ ശ്രദ്ധ. അവിടെ ശ്രദ്ധ എന്ന് പറയുന്നതാണ് വിശ്വാസം. രണ്ടും ഒരേ വാക്കാണ് പ്രയോഗിക്കുന്നത്. വിശ്വാസത്തിന് മറ്റൊരു വാക്കാണ് ശ്രദ്ധ. അതായത് താല്പര്യം, അല്ലെങ്കിൽ ശ്രദ്ധ എന്ന് പറയുന്നത് എന്താ? അറ്റൻഷൻ. ദാജി അതിന് ധർമ്മം എന്ന് പറയണം. അറ്റൻഷൻ ഈസ് ധർമ്മ എന്നല്ല അദ്ദേഹം പറയണത്. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഗുരുവാക്കിലുള്ള ശ്രദ്ധയാണ്, താല്പര്യമാണ്, അറ്റൻഷനാണ്, ധർമ്മമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ നിലനിർത്തുന്നതാണത്. നമ്മുടെ നിലനിൽപ്പാണ് എന്ത്? വിശ്വാസം അല്ലെങ്കിൽ ധർമ്മം അല്ലെങ്കിൽ ശ്രദ്ധ എന്ന് പറയുന്നത്. അത് കഴിയുമ്പോഴാണ് അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുന്നത് സമാധാനം. സമാധാനം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം നമ്മൾ ഉറപ്പിക്കുന്നു, ലക്ഷ്യപ്രാപ്തിയാണ് സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വിശ്വാസം വരുന്നത് എവിടെയാണ്? 5ാമത്തെ സ്റ്റേജിലാണ്. അപ്പോൾ സാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ മറ്റ് 4 സ്റ്റേജുകളിലൂടെ കടന്നു പോയി ആണ് നമ്മളിൽ വിശ്വാസം വരുന്നത്. അതെന്താണ്? അത് ശ്രദ്ധയാണ്, ഗുരുവിലുള്ള ശ്രദ്ധ. അത് താല്പര്യമാണ്, അത് അറ്റൻഷനാണ്, നമ്മുടെ നിലനിൽപ്പാണെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ നശ്വരമായതും അനശ്വരമായതും തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്കാണ് വിശ്വാസം എന്ന് പറയുന്നത്. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്കാണ് വിശ്വാസം. മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്ക് എന്താണ്? ഗുരുവാണ്. ഇപ്പോൾ ഗുരു തന്നെയാണ് വിശ്വാസം, അദ്ദേഹം തന്നെയാണ് ശ്രദ്ധ, അദ്ദേഹമാണ് ധർമ്മം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും.
മുന്നേറാം. രാമായണത്തിലെ സീതാദേവി മഹത്തായ ഒരു ഉദാഹരണമാണ് ഇതിന്. എന്തൊക്കെ പ്രതിസന്ധികളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും കുട്ടികളെ വളർത്തുന്നു, അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നു, രാജാക്കന്മാരാവാനുള്ള യോഗ്യരാക്കുന്നു. അത് കഴിഞ്ഞ് ശ്രീരാമന് കൈമാറുന്നു. എന്നിട്ട് ഭൂമിദേവിയിൽ അഭയം പ്രാപിക്കുന്നു. ലക്ഷ്യപ്രാപ്തി. അപ്പോൾ അസാധ്യമായ ധൈര്യം, സ്നേഹം, ശക്തി, ഇതിലൂടെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് രാമായണത്തിലെ സീതാദേവി. ആധുനിക ചിന്തകർ പറയും പുരുഷ മേധാവിത്വത്തിൻ്റെ ഇരയാണ് സീതാദേവി എന്ന് പറയും. അത് ഈ ഇതിഹാസം രചിച്ച ആളുടെ ഉദ്ദേശം മനസ്സിലാവാത്തതുകൊണ്ട് പറയണം. രാമായണത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു സംഭവമുണ്ട്. അതായത് അയോധ്യാവാസികളും ശ്രീരാമനും കൂടി സീതയെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരും വാത്മീകിയുടെ ആശ്രമത്തിൽ. കുട്ടികളാണ് അതിൻ്റെ ലിങ്ക്, കുശലവന്മാർ. അപ്പോൾ അയോധ്യാവാസികൾ പറയും, ഞങ്ങൾ മാപ്പ് ചോദിക്കണു സീതാദേവിയോട്. കാരണം കാട്ടിൽ ഉപേക്ഷിച്ചും പല സമയത്തും ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. ശ്രീരാമനും മാപ്പ് ചോദിക്കുക, എല്ലാവരും മാപ്പ് ചോദിക്കുക. സീതാദേവി തിരിച്ചു വരണമെന്ന് പറയാണ് അയോധ്യയിലേക്ക്. സീതാദേവി തിരിച്ചു പോകാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും അറിയാമോ? ഒരു മലയുണ്ട് അതിൻ്റെ അടുത്ത്, അതിൽ കയറി നിൽക്കും. എന്നിട്ട് അച്ഛനും അമ്മയും കൂടി യോജിച്ചാലേ ഞങ്ങൾ താഴെ വരുള്ളൂ എന്ന് പറയും. ബ്ലാക്ക് മെയിൽ ചെയ്തവർ. അപ്പോൾ ശ്രീരാമൻ പറയും, ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് ഒന്നിക്കാം, നീ എൻ്റെ കൂടെ വരുമെന്ന് പറയും. സീതാദേവി തയ്യാറാവില്ല. സീതാദേവി പതുക്കെ ഈ മലയിൽ കയറും, കുട്ടികളുടെ അടുത്തെത്തും. എന്നിട്ട് അവരുമായിട്ടുള്ള ഒരു സംവാദമുണ്ട്. അവരോട് പറയും, എൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, എല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും അവരവരുടെ ധർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് എൻ്റെ മാനസിക വ്യാപാരങ്ങൾ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ അയോധ്യയിലേക്ക് തിരിച്ചു പോയാൽ ഈ സ്ത്രീകളുടെ സമൂഹ മനസാക്ഷിക്ക് എന്ത് സംഭവിക്കും? സ്ത്രീ മനസാക്ഷിക്ക് എന്താണ് സംഭവിക്കുക? പുരുഷൻ്റെ ഇടത്തെ ഭാഗത്ത് ഒരു അലങ്കാരമായി ഇരിക്കാനുള്ള ഒരാളാണല്ലോ സ്ത്രീ. കാഞ്ചന സീത ഉണ്ടല്ലോ, ശ്രീരാമൻ യജ്ഞം നടത്തുമ്പോൾ സീതയില്ലാത്തതുകൊണ്ട് സ്വർണം കൊണ്ടൊരു സീത ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ പുരുഷൻ്റെ ഇടത്തെ ഭാഗത്ത് ഒരു അലങ്കാര വസ്തുവായിട്ട് സ്ത്രീ മാറില്ല. അപ്പോൾ സ്ത്രീ മനസാക്ഷിക്ക് എന്ത് സംഭവിക്കും? ഭാരതത്തിലെ സ്ത്രീ മനസാക്ഷിക്ക് എന്താണ് സംഭവിക്കുക ഞാൻ തിരിച്ചു പോയാൽ? അപ്പോൾ കുട്ടികൾ വിവേകികളാണ്. അവർ പറയും, അമ്മ പറയണതാണ് ശരി, അമ്മയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ നമുക്കതുപോലെ ചെയ്യാമെന്ന് പറയും. അപ്പോൾ കുട്ടികളും സീതാദേവിയും കൂടി താഴെ ഇറങ്ങി വരുമ്പോൾ എല്ലാവരും വിചാരിച്ചു എല്ലാം സെറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടികളെ ശ്രീരാമനെ സമർപ്പിച്ച് സീതാദേവി ഭൂമിദേവിയിൽ അഭയം പ്രാപിക്കുകയാണ്. അപ്പോൾ ഉന്നതമായ വിശ്വാസത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, ശക്തിയുടെ, സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ നമ്മൾ വിശ്വാസം എന്നുള്ള വിഷയം ഇത്രമാത്രം ചർച്ച ചെയ്തതിൻ്റെ ആകത്തുക എന്താ നോക്കിക്കഴിഞ്ഞാൽ, തുടക്കത്തിൽ വിശ്വാസം ആവശ്യമില്ല ആത്മീയ യാത്രയിൽ. കാരണം ഒരു ശാസ്ത്രീയമായിട്ട് നമ്മൾ പരീക്ഷണം നടത്തുക, അതിന് നമുക്ക് ബോധ്യവും അങ്ങനെ വിശ്വാസം വരും. പിന്നീട് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള അനുഭവങ്ങളും ലക്ഷ്യപ്രാപ്തിയും. ചെറിയ ഉദാഹരണം പറയാം. നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ തെങ്ങ് കണ്ടിട്ടില്ലേ? ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ഉദാഹരണമാണ്. അപ്പോൾ തെങ്ങിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ മേലെ നോക്കുക, നാളികേരം കാണാം. അപ്പോൾ ഒരാൾ ഇത് ലക്ഷ്യമാണത്, പതുക്കെ തെങ്ങിൽ കയറിയ നാളികേരം പറിച്ചെടുക്കാം. അപ്പോൾ ലക്ഷ്യപ്രാപ്തി ഇതായിട്ട് കയറുമ്പോൾ ഉള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. തെങ്ങിൻ്റെ തലയിലെത്തി, നാളികേരം പറിച്ചെടുത്തു, ലക്ഷ്യപ്രാപ്തിയായി. തെങ്ങിൻ്റെ തലയിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് നോക്കിയാലോ, അനന്തമായ ആകാശമാണ്. ആത്മീയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അനന്തമായ ലക്ഷ്യമാണ്. പിന്നെയും മുന്നോട്ട് പോകാൻ എന്ത് വേണം? ആദ്യം നമുക്ക് കുറച്ച് അനുഭവങ്ങളുണ്ടായി,
അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസം വന്നു. അനന്തമായ ആത്മീയ ലക്ഷ്യം നേടുന്നതിന് തുടർന്ന് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുഭവങ്ങളും ലക്ഷ്യപ്രാപ്തിയും. താങ്ക് യു. നമസ്കാരം. താങ്ക് യു സോ മച്ച് അങ്കിൾ. വളരെ ഇൻഡെപ്തായിരുന്നു. ഒരു പ്രേക്ഷക എന്നുള്ളതിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾസിനെ കണക്ട് ചെയ്തുകൊണ്ട് തുടങ്ങുകയുണ്ടായി. പക്ഷേ ഏതൊരു ഒരു ലേമാനും മനസ്സിലാവുന്ന രീതിയിലും അങ്കിൾ അതിനൊരു ചെറിയൊരു എക്സാമ്പിളോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പം ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്കിതിൽ ഒരു ഹൈലൈറ്റായിട്ട് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെയ്ത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല. അപ്പം അത് വിത്ത് എന്താ പറയുക, നമ്മുടെ സ്പിരിച്വൽ ലിറ്ററേച്ചർ എന്നുള്ള സ്റ്റെപ്സ് വെച്ചിട്ട് അങ്കിൾ ഓരോ കാര്യങ്ങളും പറയുണ്ടായി. ചില സ്ഥലത്ത് 4-ാമത്തെ സ്റ്റെപ്പ് 5-ാമത്തെ സ്റ്റെപ്പിലാണ് വിശ്വാസം, ഗുരുവിലുള്ള വിശ്വാസം വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. അതുപോലെ തന്നെ ഗുരു എന്ന് പറയുന്നത് നമ്മൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും പലരുടെ ഇതിലും. ഗുരു എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് കാണുന്ന ഇതെന്താണ് ദൈവമാണോ എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ആ ഒരു ഇൻറ്റേർണലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഗുരുവിനെ പുറത്ത് കാണേണ്ടത്. അതായത് ഗുരുപരമ്പര തുടർന്നു കൊണ്ടേയിരിക്കും. പക്ഷേ ആ ഒരു ഇന്നർ മാസ്റ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും അവിടെ വേണ്ട ഒരു വിശ്വാസത്തിനെക്കുറിച്ചും അങ്കിൾ എംഫസൈസ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ വളരെ ഡീറ്റെയിൽഡായിട്ട് വളരെ പ്രൊഫൗണ്ടായിട്ടുള്ളൊരു ഡിസ്കഷനായിരുന്നു. താങ്ക് യു സോ മച്ച് അങ്കിൾ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അരമണിക്കൂർ ധ്യാനം ചെയ്യാം. അതിനുശേഷം 9 o'clock യൂണിവേഴ്സൽ പ്രെയർ സർവ്വലൗകിക പ്രാർത്ഥന ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു സമയത്ത് യൂട്യൂബ് ലിങ്ക് ഡിസ്കണക്ട് ചെയ്യും. ആദ്യമായി ഈ ഒരു സെഷൻ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കണ്ണടച്ച് വളരെ റിലാക്സ് ചെയ്തിരിക്കുക. ശരീരവും മനസ്സും പൂർണ്ണമായും ഒരു വിശ്രമാവസ്ഥ അനുഭവിച്ച് നമ്മുടെ ശ്രദ്ധയെ വളരെ മൃദുലമായി ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശമുണ്ടെന്നും ആ പ്രകാശം നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതായി അനുഭവിക്കുക. ആ പ്രകാശത്തിൻ്റെ ശാന്തിയിലും സ്നേഹത്തിലും ഒഴുകി ധ്യാനം തുടരാം. ഈ സമയത്ത് എന്തെങ്കിലും ചിന്തകൾ, തോട്ട്സ് ഡിസ്റ്റർബ് ചെയ്യുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളെ തന്നെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുക, ഈ ഒരു സമയത്ത് നമ്മൾ ധ്യാനിക്കുകയാണ് എന്നുള്ളൊരു റിമൈൻഡർ പോലെ ഒന്ന് ഓർമ്മിപ്പിച്ച് ശ്രദ്ധയെ വീണ്ടും ഹൃദയത്തിലേക്കുള്ള ദിവ്യപ്രകാശത്തിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ഒരു അരമണിക്കൂർ ധ്യാനം തുടരാം. അതിനുശേഷം യൂണിവേഴ്സൽ പ്രെയർ. ലോകത്തുള്ള എല്ലാ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ ഉള്ളിലും ലവ് ആൻഡ് ഡിവോഷൻ വളരുന്നു എന്നും യഥാർത്ഥ വിശ്വാസം വളരുന്നതായിട്ടും സങ്കല്പത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഒരു 15 മിനിറ്റ് യൂണിവേഴ്സൽ പ്രെയറും കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഈ ഒരു പ്രോസസ്സ് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്ത് ചെയ്യാം. താങ്ക് യു.